ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ചീരത്തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം എനിക്കിവിടെ കുറച്ച് ചുമന്ന ചീരയും പച്ച ചീരയും കൂടെ മിക്സാക്കിയാണ് കേട്ടിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിനി എന്തെല്ലാം സാധനങ്ങളാണ് ഇതിന് ആവശ്യമാണെന്ന് നോക്കിയാലോ. കുറച്ച് തേങ്ങ തിരുമിയത്, വെളുത്തുള്ളി, ചുമന്ന മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് ചീരത്തോരൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. നമ്മളൊരു പാൻ അടുപ്പിലോട്ട് വെക്കുക. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഈ പാൻ നന്നായിട്ട് ചൂടായി വരണേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് അരിയിട്ട് കൊടുക്കുക. അരി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് കടുക് വറുത്തെടുത്തതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര നന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചീര ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചീര ഒന്ന് വാടി വരണം. എന്തിനാന്ന് ചോദിച്ചാൽ വാടി വന്ന് കഴിയുമ്പം നന്നായിട്ടത് വേകും. അതിന് ശേഷമേ നമ്മൾ അരപ്പിട്ട് കൊടുക്കാവൂ. അപ്പോൾ ചീര നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തല്ലിപ്പൊത്തി അമ്മയ്ക്കൊക്കെ വെച്ചിട്ട് നമ്മൾ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അടച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ അടപ്പൊന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മളത് വെന്തോ നോക്കുക, ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് വെന്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അറിയാമാത്തവർ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.